സപ്പോസ് ഞാൻ ഈ വാഹനത്തിൻ്റെ സൺ റൂഫ് അടയ്ക്കാൻ മറന്നുപോയി. ഇതേണ്ടേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇതിൻ്റെ സൺ റൂഫ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് സൺ റൂഫ് ഓപ്പൺ ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ സൺ റൂഫ് ഓപ്പൺ ആണെന്ന് നിങ്ങൾ കണ്ടു. ഞാൻ ഈ വാഹനത്തിൻ്റെ സൺ റൂഫ് അടയ്ക്കാൻ മറന്നുപോയി. ഞാൻ ഈ താക്കോലുമായിട്ട് ഇറങ്ങി ഡോർ അടച്ചു. ഞാൻ ഈ വാഹനം ലോക്ക് ചെയ്യുകയാണ്. നോക്കണം, ഇപ്പം നിങ്ങളെല്ലാം ഓർത്തില്ല ഇത് അടഞ്ഞെന്ന്. ചുമ്മാതെയാണ്, ഒരു കാര്യമില്ല, അതെ തുറന്ന് തന്നെ കിടക്കും. ഓക്കെ, ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സൺ റൂഫൊക്കെ ഉള്ള വാഹനമാണെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സൺ റൂഫ് ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അകത്ത് മുഴുവൻ വെള്ളം ഇറങ്ങി നിങ്ങൾക്ക് തന്നെ പണി കിട്ടുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലും രീതിക്ക് നാളെ ഒരു വെള്ളം ഇറങ്ങി വല്ലതും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാറണ്ടിയും കിട്ടത്തില്ല. അത് ഓർത്തോണം. അതുകൊണ്ട് വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ചാടുന്നതിന് മുമ്പ് ഇടയ്ക്ക് ക്ലസ്റ്റർ മീറ്റർ ഒന്ന് നോക്കിക്കോണം. ഡോർ മാത്രമല്ല, വേറെ എന്തെങ്കിലും റെഡ് ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവനെയും കൂടെ ഒന്ന് അടച്ചേക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പോൾ ഇത് അടച്ചിട്ട് അടയുന്നില്ല, കണ്ടോ? അത് അടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കണം. ഇനി അത് അടഞ്ഞോളും. അത് അടഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യം മറക്കരുത്. ഏത് വാഹനം നിങ്ങൾ യൂസ് ചെയ്താലും അടച്ചോണം. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്ന വാഹനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പേടിക്കണ്ട. പക്ഷേ ഇതുപോലത്തെ വാഹനത്തിലൊക്കെ കയറുമ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്. ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കൂടെ ഉണ്ട്, അതായത് വോയിസ് കമാൻഡ് വരുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് സൺ റൂഫ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്.